സോഡയുണ്ട്, വെള്ളമുണ്ട്, ഏതാ വേണ്ടെന്ന് വെച്ചാ ഒഴിച്ചോളൂ. അപ്പൊ എന്റെ ഒഴിക്കുന്നില്ലേ? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുപ്പിയുമ്പോ തന്നെ എഴുതി വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ മനസമാധാനത്തോടെ കുടിക്കും? അങ്ങനെയൊക്കെ വിചാരിച്ചാ കഴിക്കാൻ പറ്റുമോ എന്റെ എൻഡിആറെ? ആ അത് ശരിയാ. ഞാൻ കുടിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. പ്രത്യേകിച്ച് സാറിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വെള്ളമടിച്ച് നേരത്തെ തട്ടിപ്പോയ അവകാശികൾക്ക് ജോലി കിട്ടൂലോ. എൻഡിആറെ ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞതല്ല. സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ? ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ. എന്താ നല്ല സുഖങ്ങളെ. ഇത് പ്രത്യേകിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ചിരിക്കുന്ന ബീഫാ. അകത്താണെങ്കിൽ താറാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നു താറാവേ പൊറുക്കണേ. പഴയ തൊഴിൽ മറന്നിട്ടില്ലല്ലേ? ഏത് ക്ഷൗരം? കത്തിവെച്ച് എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ടാ. അപ്പൊ നീ ഞങ്ങൾ സ്ഥിരം വച്ചോണ്ടിരിക്കുന്നോ? വാചോടിക്കാൻ മുറുക്കണേ ഇങ്ങോട്ട്. ആളെ കൊന്നാണോടത്തേണ്ടി താറാവിന് മുറിക്കുന്നത്? അച്ഛനോടുള്ള ദേഷ്യം എന്നോട് തീർത്താണ്ടല്ലോ. ഇങ്ങനെ പാത്തും പതുങ്ങി മുറി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മഹത്വമൊക്കെ 4 വർത്താനം പറയാനുള്ള ചങ്കൂറ്റം വേണോളാം. അതെവിടെ കിട്ടും എന്റെ സാരഥി? എനിക്കൊരു സംശയം, നിങ്ങൾ രാമൻ നായരുടെ മക്കൾ തന്നെ ആണോ? എടാ, അങ്ങേരുടെ മക്കളായിരുന്നെങ്കിൽ അങ്ങേരുടെ ചങ്കൂറ്റത്തിന്റെ 1% നിങ്ങളിൽ വേണമല്ലോ. ഇതൊരുമാതിരി കുത്തിവെച്ച് വെച്ച കാളക്കുട്ടികളെ പോലെ. ഞങ്ങൾക്ക് അമ്മയുടെ രക്തോ. നീ അങ്ങനെ ആക്ഷേപിക്കൊന്നും വേണ്ട. ഒരു ദിവസം ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. അതിനു വേണ്ടിയല്ലേ ഇപ്പോഴേ പോഞ്ഞോണ്ടിരിക്കുന്നത്. എല്ലാം സഹിക്കാം. ഇന്ന് ആ പൗർണമിയുടെ മുമ്പ് വെച്ചല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്തത്. ഞാൻ ഇനി എങ്ങനെ അവളെ ഫേസ് ചെയ്യും? ആ ബന്ധം ഇന്നത്തോടെ ക്ലാസ്. ഒരുമാതിരി ചങ്ങക്കൊള്ളുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. 3 വർഷമായിട്ട് ഒരു കളങ്കമില്ലാതെ കൊണ്ടുനടക്കുന്ന ബന്ധം അറിയോ? 3 അല്ല 30 വർഷം കൊണ്ടു നടന്നാലും ശരിയാണ്. പ്രേമ വിവാഹത്തിന് NT രാമൻ നായർ സമ്മതിക്കുന്നൊക്കെ തോന്നുന്നുണ്ടോ? കൊല്ലാൻ വിളിക്കുക ചെല്ലടാ. കൊച്ചുവെളുപ്പംകാലത്ത് തുടങ്ങണം അധ്വാനോ. കടപൂട്ടി വന്നാലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ സാധിക്കൂ. ഇവിടെ ഉള്ളവർക്ക് വെച്ചോളമെന്നും പോരാഞ്ഞിട്ട് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ട് താറാവിനെ തീറ്റിക്കാത്ത ഒടുക്കത്തെ തീറ്റിഞ്ഞ് വിളിച്ചു കൂവി ഡയഫ്രം പൊട്ടട്ടടാ. ഇങ്ങനെയെങ്കിലും ഒന്ന് പ്രതിഷേധിക്കും. രമേശ ഇങ്ങോട്ട് വരാൻ. ബാറ്ററി വീക്ക് ആകുമ്പോ നിർത്തിക്കോളും. ഇത് ബാറ്ററി അല്ല, ജനറേറ്ററാ. ഞാനൊന്ന് ചോദിക്കട്ടെ? എൻഡിആറിന് എന്നോട് എന്തും ചോദിക്കാം, പണം ഒഴിച്ച്. ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങള് പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ? അതിന് പല ശാസ്ത്രീയ രീതികളുണ്ട്. പക്ഷെ എന്നെ പോലുള്ള എക്സ്പെർട്ടിലേക്ക് ലാബിന്റെയോ ഒരു പുണ്ണാക്കിന്റെയോ ആവശ്യമില്ല. ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാ മതി എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. എന്റെ അമ്മോ, എന്തു പറ്റി? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് ഭാഗ്യം. സാറ് കഴിക്കേ. അച്ഛനെ വിളിച്ചോ? 3 പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ. മോനത് കേട്ടില്ലേ? ആദ്യം വിളിച്ചപ്പോ പുല്ലിന് പശു കൊടുക്കായിരുന്നു. അല്ല, പശുവിന് പുല്ല് കൊടുക്കായിരുന്നു. ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് ഇയറാ? സെക്കൻഡ് ഇയറാ അല്ലേ മോനെ? ഇന്നത്തെ ഹോട്ടലിലെ കണക്കിൽ 5 രൂപ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്തച്ചാ. അതില് നീ എത്ര എടുത്തു? ബീഫ് ഇനി ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനിയും തരാം. അതൊക്കെ പോട്ടെ, ബീഫ് എങ്ങനെയുണ്ട്? ഉഗ്രൻ പറഞ്ഞാ പോരാ, അത്യുഗ്രൻ. ഹോട്ടലിലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവനെടുത്ത് ഓടെ കളയും. ആളുകൾക്ക് കൊടുത്ത ഫുഡ് ഇൻസ്പെക്ടർ പിടിക്കും. വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാടാ പറയണത്. 2 ആഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ്, അത്യുഗ്രനാണെന്ന്. ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായ? എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും കൂടി എടുത്തിട്ട് വാ. എനിക്ക് വേണ്ട. 2 ആഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 36 ദിവസത്തെ പഴക്കേ ഇപ്പൊ ഇതിനുള്ളൂ. ഇനി ആ ഫുഡ് ഇൻസ്പെക്ടർ ആയുസ് നിങ്ങളുടെ ഇടയ്ക്ക് ശല്യം ഉണ്ടാക്കില്ല. അയാളെ ഒതുക്കാനും ഞാനല്ലേ തല്ലുണ്ടത്. മുതലാളിയുടെ സ്വഭാവം ഈ ജന്മം നേരാവുന്ന സ്വപ്നം കാണണ്ട. ജാത്യാലുള്ളൂ തൂത്താ പോവോ? തൂത്താ പോകത്തില്ല. അടുക്കള മുഴുവൻ കഴിയിട്ട് വരുവാ ഞാനിപ്പോ. നീ എല്ലാം കൂടെ ചേർന്ന് കുളമാക്കിയില്ലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അടുക്കള ജോലിക്കെങ്കിലും ഒരാളെ നിർത്തിക്കൂടെ? ഈ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട് ഏർപ്പാട്? ജോലിക്കാരെ നിർത്താന്ന് വെച്ചാ അച്ഛന് മക്കളെ ഭയങ്കര വിശ്വാസമാണ്. ഒരു സൂചി കയറ്റാൻ ഇടം കൊടുത്താ അതിൽ കൂടി തൂമ്പാ കയറ്റുന്ന പാർട്ടീസാണ് രണ്ടും. അതിന് പെണ്ണുങ്ങളെ വെക്കണമെന്ന് ആര് പറഞ്ഞു? ആണുങ്ങളെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം എടുത്താൽ എന്താ? അതിനെന്താ മക്കളെ, ഹോട്ടലിൽ നിന്ന് എടുക്കാൻ വിഷമമൊന്നുമില്ലല്ലോ. നിങ്ങളിവിടെ ഉണ്ണാണ്ടാവില്ലേ?
മുണ്ട് മുറുക്കിയുടുത്ത് 24 മണിക്കൂറും അധ്വാനിച്ചിട്ട നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ ഈ രാമൻ നായർ ഇന്നത്തെ NTR ആയത്. എന്റെ ബുദ്ധിയും അധ്വാനവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം ശരീരമനങ്ങാതെ വെറുതെ ഇരുന്ന് തിന്നു മുടിക്കാമെന്ന് ഒരു പട്ടികളും മോഹിക്കണ്ട. തന്തയ്ക്ക് എച്ചിലെടുക്കാമെങ്കിൽ മക്കൾക്ക് അടുക്കള ജോലിയും ചെയ്യാം. സൂചി പോകുന്ന വഴിയേ നൂല് പോവാൻ പാടുള്ളൂ. കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായ? ഈ സൂചിയുടെ കാര്യം ഞാൻ ദിവസവും പറഞ്ഞു കൊടുക്കാണ്ട് മുതലാളി. ഒറ്റ കീറുന്നുണ്ടല്ലോ. തന്തയ്ക്കെതിരെ യൂണിയൻ ഉണ്ടാക്കാൻ ലൈറ്റ് എന്തിനാ? ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാലും ശബ്ദം പുറത്തോട്ട് വരും. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ കുടുംബ സ്വത്തൊന്നല്ലല്ലോ. 10 മണിക്ക് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണമെന്ന് പറഞ്ഞ കേക്കില്ല കഴിവേറികള്. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. നീ മിണ്ടരുത്. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരുമാതിരി മറ്റപ്പണി. ഇത് പച്ചരിയുടെ പ്രശ്നമാണ് മോനെ. എന്താ ഒരു ശബ്ദം കേൾക്കാം? അത് അടുക്കളയിൽ മുതലാളി കയറിയിട്ടുണ്ടാവും. അത് വല്ല പട്ടി മറ്റേ കയറി. അതല്ലേ പറഞ്ഞത്. വേണ്ട, ഞങ്ങളുടെ തന്തയുടെ കളിക്കാൻ ചെന്ന് നോക്കാം, അല്ലെങ്കിൽ അത് മതി. ചിറ്റപ്പനത് എപ്പോ ഏതിൽ എങ്ങനെ എവിടുന്ന് വന്നു? നാം ഈ അടുക്കളയിൽ നേരിട്ട് അവതരിച്ചതാണ് മകനെ. ഓ, പപ്പനാവന്റെ പാടവരമ്പത്ത് നാം ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ നമുക്കൊരു വെളിപാടുണ്ടായി. മകനെ ലക്ഷ്മണാനന്ദ, നിന്റെ ചേട്ടൻ രാമന്റെ അടുക്കളയിൽ ഭക്ഷണം മിച്ചമിരിക്കുന്നു. ആഹാര സാധനം വേസ്റ്റ് ചെയ്യാതെ നീ അതിൽ ആമഗ്നാകൂ. പക്ഷെ സന്യാസിമാർക്ക് ഇറച്ചി നിഷിദ്ധമല്ലേ സ്വാമി? ഇറച്ചി നിഷിദ്ധം തന്നെയാണ് മകനെ. പക്ഷെ തറവഴിക്കാട്ടെ, ചിറ്റപ്പം വന്നത് അച്ഛൻ കണ്ടോ? അണ്ണനാനന്ദന് ഈ ലക്ഷ്മണാനന്ദയെ കാണുന്നത് ചതുർത്ഥി കാണുന്നതിന് സമം. അതുകൊണ്ട് നാം വന്ന വിവരം അണ്ണൻ അറിയണ്ട. ഈ ഭക്ഷണം ഫിനിഷ് ചെയ്തിട്ട് അണ്ണൻ ഉണരുന്നതിന് മുമ്പ് നാം ഹരിദ്വാരത്തിലേക്ക് പോകും. ഹരിദ്വാരമല്ല, ഹരിദ്വാർ. അത് ഹിന്ദി. മലയാളത്തിലാകുമ്പോൾ ദ്വാർ ദ്വാരമാകും. എന്തിനാ ചിറ്റപ്പ വായിക്ക് രുചിയായിട്ടുള്ള ആഹാരം പോലും ഇല്ലാതെ ഇങ്ങനെ അറിഞ്ഞു നടക്കുന്നത്? ഈ വേഷോ കഴിച്ചറിഞ്ഞിട്ട് ചിറ്റപ്പന ഹോട്ടലിൽ ഒന്നും നല്ലണ്ട. ഞങ്ങളുടെ ജോലിയിൽ കുറച്ച് കുറയൂലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മകനെ. പക്ഷേ നാം അവിടെ വന്ന് നിന്നാൽ അണ്ണൻ എന്നെ കൊണ്ട് മാവരപ്പിക്കും. ചിറ്റപ്പൻ അറിയൂ, ചിറ്റപ്പൻ പോയതിനു ശേഷം മര്യാദയ്ക്ക് ഒരു ദിവസം പോലും മാവരഞ്ഞിട്ടില്ല. ഇപ്പൊ തെറി മുഴുവൻ കേൾക്കണം ഞാനാ. ഒരു ബ്രഹ്മചാരിക്ക് അധ്വാനം വർജ്യമാണ് മക്കളെ. അപ്പൊ കട്ട് തിന്നാനാണ് ഇങ്ങോട്ട് വന്നതല്ലേ? അതെ, നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈയിടെയായിട്ട് ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല. ഒരു സന്യാസി ഹോട്ടലിൽ നിന്ന് മാംസാഹാരം കഴിക്കുന്നത് സമൂഹം വിലക്കിയിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഇറച്ചി കടിച്ചു പറിക്കാൻ ഞാൻ ഈ വഴിയെ കണ്ടുള്ളൂ. ഇന്നിവിടെ ഇറച്ചിയുണ്ടെന്ന് ചിറ്റപ്പനോട് ആരാ പറഞ്ഞത്? ബോധോദയം ലഭിച്ചവർക്ക് ഇറച്ചിയുടെ ഗന്ധം വേഗം തിരിച്ചറിയാം. നിങ്ങൾ പോയി കിടന്നോളൂ. ഞാൻ ഈ താറാവുമായുള്ള മൽപ്പിടുത്തം കഴിഞ്ഞ് ഇവിടെ എങ്ങാനും ചുരുണ്ടോളാം. മംഗളം ഭവന്തു. ഗുഡ് നൈറ്റ്. പോയി കിടന്നു ഉറങ്ങാ. പോരാ നേരെ കാണാ കൊള്ളാന്ന് പറഞ്ഞ് മനുഷ്യൻ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കൂല.